أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون صدق الله العلي العليم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, സർവാധിനാഥനായ കരുണാവാരിധിയായ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിലുടനീളം വിശുദ്ധ റമദാനിലൂടെ നാം കരസ്ഥമാക്കിയ തഖ്വ കാത്തു സൂക്ഷിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഈദുൽ ഫിത്ർ നമസ്കാരത്തിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ മാർഗത്തിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈദുൽ ഫിത്ർ ആശംസകൾ ആദ്യമേ തന്നെ അർപ്പിക്കുകയാണ്. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഖിയാമും സിയാമും ഖുനൂത്തും ഇഅ്തികാഫും ലൈലത്തുൽ ഖദ്റും ഖിയാമുൽ ലൈലും നൽകിയ ആത്മീയമായ കരുത്തും ഊർജവുമായിട്ടാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഈ ഈദ് മുസല്ലയിൽ സംഗമിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് നാം ഓരോരുത്തരും നടത്തിയ ആത്മസമരത്തിന്റെ വിജയ പ്രഖ്യാപനമായിരുന്നു ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വരെ നാം നടത്തിക്കൊണ്ടിരുന്ന തക്ബീർ ധ്വനികൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ഞങ്ങളാരും ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെല്ലാമോ നിമിഷങ്ങളിൽ അനുഭവിച്ച് മാത്രം ഞങ്ങൾക്ക് പരിചയമുള്ള അരൂപിയായ ഏകനായ സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് നമ്മൾ ഓരോരുത്തരും പ്രഖ്യാപിക്കുകയായിരുന്നു. ആ പ്രഖ്യാപനത്തിന്റെ സാരാംശം എന്ത് എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ആത്മസമരത്തിന്റെ പരിസമാപ്തിയാണ്. സ്വന്തത്തോടെ ഞാനും നിങ്ങളും നടത്തിയിരുന്ന വലിയ ഒരു ജിഹാദിന്റെ സിയാമിലൂടെ ആ സിയാമിൽ നിന്ന് ഈദിലേക്ക് എത്തിപ്പെട്ട, അഥവാ വ്രതാനുഷ്ഠാനത്തിൽ നിന്ന് ഈദിലേക്ക് എത്തിപ്പെട്ട മനുഷ്യൻ അവിടെ നിന്ന് ജിഹാദിന്റെ വാതിലുകൾ മലർക്കെ തുറക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ തക്ബീർ ധ്വനികളിലൂടെ. പ്രിയമുള്ളവരെ, ആത്മസമരത്തിൽ നിന്ന് ഒരു സാമൂഹിക സമരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടതുണ്ട് എന്ന ഒരു വലിയ സന്ദേശം ഈദുൽ ഫിത്ർ നമുക്ക് മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങളെ കഴിഞ്ഞ ഒരു മാസക്കാലം ആർക്ക് വേണ്ടിയായിരുന്നു നിങ്ങൾ കടിഞ്ഞാണിട്ട് നിർത്തിയത്? ആരെ പ്രതീക്ഷിച്ചായിരുന്നു നിങ്ങൾ ഉറക്കമൊഴിച്ചത്? ആരുടെ മുമ്പിലായിരുന്നു നിങ്ങൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് പ്രാർത്ഥനാ നിർഭരമായി നിങ്ങളുടെ സമയങ്ങൾ ചിലവഴിച്ചത് എന്ന് ചോദിച്ചാൽ ഏകനായ അല്ലാഹുവിന്റെ മുമ്പിലായിരുന്നു. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉറങ്ങേണ്ട ഒരു സമൂഹമല്ല, നിങ്ങൾ ഉണർന്നിരിക്കേണ്ട ഒരു സമുദായമാണ് എന്ന്. കഴിഞ്ഞ ഒരു മാസക്കാലം അല്ലാഹുവിന് വേണ്ടി ഉണർന്നിരുന്ന നിങ്ങളോട്, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ഉണർന്നിരിക്കേണ്ടവരാണ് എന്ന് പിന്നെയും നമ്മുടെ ഈദുൽ ഫിത്ർ വിളിച്ചു പറയുന്നു. നിങ്ങളേത് പാതിരാത്രിയിലെ ഉറക്കത്തിലാണെങ്കിലും, നിങ്ങൾ എത്ര ഗാഢമായ നിദ്രയിലാണെങ്കിലും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോ, നമസ്കാരം ഉറക്കത്തെക്കാൾ ഉത്തമമാണ് എന്ന് കേൾക്കുമ്പോ നിങ്ങൾ അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചവരായിരുന്നു. എന്നല്ല, രാത്രികാലങ്ങളിൽ എല്ലാ ജീവജാലങ്ങളും കിടന്നു
കിടന്നുറങ്ങിയപ്പോ അതിമനോഹരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് വിശുദ്ധ ഖുർആനിന്റെ ഈരടികളിലേക്ക് ലയിച്ചു ചേർന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഉറങ്ങണമെന്ന് പറഞ്ഞപ്പോ ആത്മാവ് ഉറങ്ങരുത് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ താല്പര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അതേ അള്ളാഹുവിന്റെ താല്പര്യം ഈദുൽ ഫിത്തർ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉറങ്ങിക്കിടക്കേണ്ട ഒരു സമുദായമല്ല, നിങ്ങൾ ഉണർന്നിരിക്കേണ്ട ഒരു സമുദായമാണ്. നിങ്ങൾ ഈ ലോകത്തിന്റെ ഗതിവിഗതികളിലേക്ക്, നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക്, നിങ്ങളുടെ സാമൂഹികതയിലേക്ക്, നിങ്ങളുടെ ഓരോ അനക്കങ്ങളിലേക്കും നിങ്ങൾ കണ്ണുകൾ തുറന്നു വെക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണും കാതും കൽബും തുറന്നു വെച്ചുകൊണ്ട് ഉണർന്നിരിക്കാൻ വിശുദ്ധ റമദാനും ഈദും നമ്മളോട് പറയുന്നു. അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും വലിയ പ്രയാസം എന്ത് എന്ന് ചോദിച്ചാൽ, ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ത് എന്ന് ചോദിച്ചാൽ, അതിന് മാനവികതയുടെ മടിത്തട്ടിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയുന്ന മറുപടി വിശപ്പ് എന്ന് പറയുന്ന ഏകമാന സ്വഭാവമുള്ള ഒരു വൈകാരികതയെ കുറിച്ചാണ്. വിശപ്പ് മനുഷ്യന്റെ മാത്രം വികാരമല്ല, മനുഷ്യന്റെ മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവനുള്ള സചേതനമായ ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കൾക്കൊക്കെയും വിശപ്പുണ്ട്. സസ്യജാലങ്ങൾക്ക് വരെ വിശപ്പുണ്ട്. അതുകൊണ്ടാണ് ഭൂമിയുടെ മണ്ണടലുകളിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുക്കാൻ ഭൂമിയുടെ അഗാധതകളിലേക്ക് അതിന്റെ വേരുകൾ സഞ്ചരിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശപ്പ് എന്ന് പറയുന്ന ലോകത്ത് ഒരേ മുഖഭാവമുള്ള, ഒരേ സ്വഭാവമുള്ള ഒരു വലിയ പൊളിറ്റിക്സിനെ ഈദുൽ ഫിത്തർ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നു. നിങ്ങൾ ഈദ് മുസല്ലയിലേക്ക് തക്ബീർ മുഴക്കി പുറപ്പെടാൻ ഇറങ്ങുകയാണോ, അതിനു മുൻപ് നിങ്ങൾ ഭൂമിയിൽ പട്ടിണിക്കാരില്ലാത്ത ഒരു ദിവസത്തെ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം മതിയെന്ന് ഫിത്തർ സക്കാത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ഞാനും നിങ്ങളുമൊക്കെ ഈദുൽ ഫിത്തറിന്റെ സുദിനത്തിൽ ഫിത്തർ സക്കാത്ത് എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ഒരൽപ്പം ഭക്ഷ്യധാന്യം നൽകിക്കൊണ്ട് നാം നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. അഥവാ ഭൂമിയിൽ പട്ടിണിക്കാരില്ലാത്ത, ഭൂമിയിൽ വിശപ്പുള്ളവരില്ലാത്ത എല്ലാ മനുഷ്യരുടെയും അടുപ്പുകളിൽ അന്നം പുകയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അത് ഈദുൽ ഫിത്തറിന്റേതാണ് എന്ന് നമ്മളോട് വിളിച്ചു പറയുന്നു. അഥവാ നിങ്ങൾ ഓരോരുത്തരുടെയും ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിച്ചു തന്നിരിക്കുന്നു. നാം നമസ്കാരത്തിന് മുൻപ് മനുഷ്യന്റെ വിശപ്പിന് വേണ്ടി നാം ഇറങ്ങേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ സാമൂഹികതയുടെ ഭാഗമായി നാം നിർവഹിച്ച ആരാധനകളിലൂടെ, നാം നിർവഹിച്ച പ്രാർത്ഥനകളിലൂടെ, നാം നിർവഹിച്ച ദിക്റുകളിലൂടെയും ദുആകളിലൂടെയും നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ ഈദുൽ ഫിത്തർ നമ്മോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഏറ്റവും വലിയ മനുഷ്യവിരുദ്ധ നിയമം എന്നോണം CAA എന്ന് പറയുന്ന ഓരോരുത്തന്റെയും പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം തന്നെ എഴുന്നേറ്റ് നിന്നപ്പോ മുസ്ലിം സമുദായത്തിന് ആ വിഷയത്തിൽ തെരുവിലിറങ്ങേണ്ടി വന്നത് എന്നല്ല, ഇനിയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വേണ്ടി ഇറങ്ങേണ്ടിടത്ത് ഇറങ്ങാൻ, അവസാന ശ്വാസം വരെ എഴുന്നേറ്റ് നിൽക്കാൻ വിശുദ്ധ റമദാനിൽ നാം പഠിച്ച ബദറിന്റെ പാഠങ്ങൾ മുതൽക്കിങ്ങോട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട ആ സമർപ്പണ ബോധത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വഖഫ് ഭേദഗതി ബില്ലിലൂടെ മുസ്ലിം സമുദായത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യമല്ല, ഭക്ഷണ സ്വാതന്ത്ര്യമല്ല, വസ്ത്ര സ്വാതന്ത്ര്യമല്ല, അവരുടെ ഓരോ ഇടങ്ങളിലേക്കും കടന്നു വന്ന ഏറ്റവും ഒടുവിൽ മുസ്ലിം സമുദായത്തിന്റെ ഭൗതികമായ ഇടപെടലുകളിലേക്ക് വരെ, ഭൗതികമായ ആസ്തികളിലേക്ക് വരെ കൈകാര്യം ചെയ്യുന്നിടത്ത് വഖഫ് ഭേദഗതി ബില്ല് ഉയർന്നു വരുമ്പോ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ, അതിനെ ചെറുക്കാൻ, അതിനോട് രാജിയില്ലായ സമരം പ്രഖ്യാപിക്കാൻ യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തർ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ലോകത്ത് ഒരുപാട് ഇടങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ തടവറകളിൽ കഴിയുന്ന നിരപരാധികളായ മനുഷ്യരുണ്ട്. അവരോട് ഐക്യപ്പെടാൻ ഈദുൽ ഫിത്തർ നമ്മോട് പറയുന്നു. വംശീയതയുടെയും വർഗീയതയുടെയും പേരിൽ നാട്ടിൽ ആട്ടിയോടിക്കപ്പെടുന്ന, മനുഷ്യർക്കിടയിൽ വിഭാഗീയതകൾ ഉണ്ടാക്കുന്ന, മനുഷ്യർക്കിടയിൽ മതിൽക്കെട്ടുകൾ പണിയുന്ന സകലമായ ദുശക്തികളുടെയും നേരെ അല്ലാഹു അക്ബർ എന്ന് നാം ഉയർത്തിയ തക്ബീറുകൾ നമ്മോട് പറയുന്നത്, നിങ്ങൾ അവിടെ
അവിടെയും ഇടപെടേണ്ടി വരുന്നു എന്നത് തന്നെയാണ് നാം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ബാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പരിധികളും ലംഘിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ലഹരി എന്ന് പറയുന്ന അതിമാരകമായ ഒരു വിപത്തിനെ അഡ്രസ് ചെയ്യാതിരിക്കാൻ ഈദുൽ ഫിത്തറിൽ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് ആത്മീയതയുടെ ലഹരിയാണ്. ആകാശത്തുള്ളവന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, ആകാശത്തുള്ളവന്റെ ഇഷ്ക പിടിച്ചു പറ്റാൻ ഒരു വിശ്വാസി നടത്തുന്ന പ്രയാണത്തിന്റെ ലഹരിയാണ് വിശ്വാസിയെ മുന്നോട്ട് നയിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇടയിൽ നമ്മുടെ തലമുറയിൽ ലഹരി കിട്ടാതെ മാനസിക രോഗികളായി മാറിയ ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ മാനസിക രോഗത്തിലേക്ക് മാറിപ്പോകുന്ന ചെറുപ്പക്കാരുടെ ദുരന്തപൂർണമായ അവസ്ഥകളെ കുറിച്ച് നമ്മൾ വേവലാതി കൊണ്ടിരുന്നു. പക്ഷെ അതിന്റെ സീമകളൊക്കെ കടന്ന് കൊലപാതകങ്ങളിലേക്കും സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ വരെ കൊല ചെയ്യാൻ മടിയില്ലാത്ത വിധം കിരാതമായ നടപടികളിലേക്ക് ലഹരി മനുഷ്യനെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലഹരി ബാധിക്കുന്ന ഏതെല്ലാം ചെറുതും വലുതുമായ ഇടങ്ങളുണ്ടോ അതൊക്കെയും വിശ്വാസിക്ക് നിഷിദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഈദുൽ ഫിത്തർ നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രിയമുള്ളവരെ, ഈ ഈദുൽ ഫിത്തർ ഫലസ്തീനിനെ അനുസ്മരിക്കാതെ, ഗസയെ കുറിച്ച് ഓർക്കാതെ ഈദുൽ ഫിത്തറിന്റെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും നമുക്ക് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. നമ്മെ പോലെ ഈദ് മുസല്ലകളിൽ ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം, നമ്മെ പോലെ നോമ്പ് തുറക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സമൂഹം, നമ്മെ പോലെ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ച സമൂഹം, പക്ഷേ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യത്തിന്റെ മാനവികത എന്ത് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഭൂമിയിൽ എവിടെയെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ സഞ്ചരിക്കുന്ന പതിപ്പുകളുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഗസയിലേക്ക് നോക്കേണ്ടി വരും, നമുക്ക് ഫലസ്തീനിലേക്ക് നോക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു വെച്ച, അതിനുമപ്പുറം 4000 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ എന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹു മതി, അവനാണ് പരമേൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനെന്ന്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹു മതി, അവനാണ് പരമേൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനെന്ന്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹു മതി, അവനാണ് പരമേൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനെന്ന് ഫലസ്തീൻ ജനത വിളിച്ചു പറയുന്നു. 7 വയസ്സുള്ള കുഞ്ഞുങ്ങൾ അവരുടെ വസിയത്തുകൾ രേഖപ്പെടുത്തുന്നു. ഞാൻ എന്റെ സുഹൃത്തിന് ഒരു ഷെക്കിൽ കൊടുക്കാനുണ്ട്, ഞാൻ എന്റെ സുഹൃത്തിന് ഒരു ഷെക്കിൽ ഞാൻ കൊടുക്കാനുണ്ട്. പ്രിയമുള്ളവരെ, ആ വസിയത്തിന്റെ ഒടുവിൽ ആ പിഞ്ച് പൈതൽ പോലും എഴുതി വെക്കുന്നത് നിങ്ങൾ അല്ലാഹുവിനെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഇസ്തിഗ്ഫാർ കൈവിടരുത്, നിങ്ങൾ വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കണം. ആലോചിച്ചു നോക്കൂ, നമ്മെ പോലെ ഒരു സമൂഹം ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി ഏത് കാലഘട്ടത്തിലായാലും ഖുദ്സ് എന്ന് പറയുന്ന പുണ്യഭൂമിയുടെ വിമോചനത്തിന് വേണ്ടി നൂറുകണക്കിന് പ്രവാചകന്മാരുടെ പാദം പതിഞ്ഞ മണ്ണിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവന്റെ സമ്പത്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. 22 ലക്ഷം മനുഷ്യരിൽ നിന്ന് 2 ലക്ഷത്തോളം 70,000-ഓളം ആളുകൾ കഴിഞ്ഞ 590 ദിവസങ്ങൾക്കിടയിൽ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നിരിക്കുന്നു. അവരുടെ ശരീരത്തിന്റെ സക്കാത്ത്, അവരുടെ ജനസംഖ്യയുടെ സക്കാത്ത് 2.5% ജനങ്ങൾ ഖുദ്സിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ചു എന്നത് അത്ഭുതത്തോടു കൂടി നാം വായിക്കേണ്ടി വരും. 20 ലക്ഷത്തോളം 22 ലക്ഷം മനുഷ്യരിൽ 20 ലക്ഷത്തോളം മനുഷ്യരുടെ വീടുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു. 20 ലക്ഷത്തോളം മനുഷ്യർക്ക് കയറി കിടക്കാൻ കൂരയില്ലാത്ത തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ദാ ഇവിടെയായിരുന്നു ഞങ്ങളുടെ വീടുണ്ടായിരുന്നത് എന്ന് പറയാൻ മാത്രം കഴിയുന്ന വിധത്തിൽ മുറിവേറ്റ ജീവിതങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിഞ്ചു മക്കളുടെ കളിയും ചിരിയുമില്ലാത്ത നമ്മൾ വീടുകളിലേക്ക് കടന്നു ചെന്നാൽ യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തറിനെ കുറിച്ച് സമ്മാനത്തിന്റെ ദിവസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ മക്കൾക്ക് സമ്മാനങ്ങൾ കൊടുക്കും, നമ്മുടെ പേരക്കുട്ടികൾക്ക് സമ്മാനം കൊടുക്കും, നമ്മുടെ അയൽവാസികളുടെ മക്കൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കും. ആലോചിച്ചു നോക്കൂ, നമ്മുടെ മക്കളായ നമ്മുടെ മക്കളെന്നോണം നമ്മൾ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, പ്രാർത്ഥനകൾ കൊണ്ട് ചേർത്ത് പിടിക്കാൻ കഴിയേണ്ട ഫലസ്തീനിലെ പിഞ്ചു മക്കളുടെ കളിയും ചിരിയുമില്ലാത്ത ഒരു ഈദിനെ കൂടി യഥാർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹു മതി, അവനാണ് വരമേൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനെന്ന് ഈ ഈദുൽ ഫിത്തറിന്റെ ഏറ്റവും മഹത്തായ സന്ദേശമായി പ്രിയമുള്ളവരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ
മാഇദയിലെ 100ാമത്തെ സൂക്തമാണ് ഞാൻ ആദ്യമേ ഓതി വെച്ചത്. ഈ ലോകത്ത് എത്ര തന്നെ ജാഹിലിയത്തുകൾ വ്യാപിച്ചാലും, എത്ര തന്നെ അരാജകത്വം വ്യാപിച്ചാലും, ആ ജാഹിലിയത്തുകളുടെ ആധിക്യം നിങ്ങളെ എത്ര തന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ലോകം ഏത് ഗതിയെ സഞ്ചരിച്ചു കൊള്ളട്ടെ, അതേത് ജാഹിലിയത്തിനെ വേണമെങ്കിലും വാരിപ്പുണർന്നു കൊള്ളട്ടെ, അതേതെല്ലാം ജാഹിലിയത്തുകളുടെ അകമ്പിടിയോടുകൂടി കെട്ടുകാഴ്ചകളോടുകൂടി നിലകൊണ്ടുകൊള്ളട്ടെ, വിശ്വാസികളോട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം കേട്ടോ. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹുവിനോടുള്ള സ്നേഹം നിറച്ചുകൊണ്ട്, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹുവിനോടുള്ള മുഹബ്ബത്ത് നിറച്ചുകൊണ്ട്, നിങ്ങൾ മുഴക്കിയ തക്ബീറുകൾ നാവുകളിൽ നിന്ന്, കാതുകളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലയോ ബുദ്ധിയുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലയോ ബുദ്ധിയുള്ള മനുഷ്യരെ, നിങ്ങൾ വിജയികളായി മാറിയേക്കും. അഥവാ ഈദ് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്, സൗമിന് ശേഷം നിങ്ങൾ വന്നിരിക്കുന്നത് ഈദിന്റെ സുദിനത്തിലാണെങ്കിൽ, ഈ ഈദ് നമുക്ക് തുറന്നു തരുന്നത് ജിഹാദിന്റെ വാതിലുകളാണ്. ആത്മസമരത്തിൽ നിന്ന് സാമൂഹികതയുടെ ഭാഗമായി ജീവിക്കാൻ കഴിയുന്ന, ഇടപെടാൻ കഴിയുന്ന, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ കഴിയുന്ന പ്രാർത്ഥനകൾ കൊണ്ട് ലോകത്തെ മുഴുവൻ നിരാലംബരായ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന സ്നേഹത്തിന്റെ ഒരു വിശാലമായ ആകാശത്തേക്ക്, വിശാലമായ ഭൂമിയിലേക്ക് ഓരോ ഈദ്ഗാഹുകളിലും ഞാൻ പറഞ്ഞു വെക്കാറുള്ളത് പോലെ പുതിയ ഒരു ആകാശത്തിന്റെ ചുവട്ടിൽ, പുതിയ ഒരു ഭൂമിയിൽ സിയാമിന്റെയും ഖിയാമിന്റെയും ലൈലത്തുൽ ഖദറിന്റെയും ഖിയാമുൽ ലൈലിന്റെയും തറാവീഹിന്റെയും ദീർഘമായ വിശുദ്ധ ഖുർആൻ പാരായണങ്ങളുടെയും നിശാ നമസ്കാരങ്ങളുടെയും ഓർമ്മകൾ ബാക്കിയാക്കി അവസാനിച്ചു പോകാത്ത ഒരു വിശുദ്ധ റമദാനിനെയാണ് പ്രിയമുള്ളവരെ ഈ ഈദ് മുസല്ലയിൽ നിന്ന് നാം ഓരോരുത്തരും ആലിംഗനം ചെയ്ത്, സഹോദര തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, സഹോദരി തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, കുല്ല ആമിൻ വഅൻതും ബിഖൈർ, കാലം മുഴുവൻ നന്മയിലായിരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഏറ്റുവാങ്ങേണ്ടത് എന്ന് പറയാൻ പ്രിയമുള്ളവരെ ഈ ഈദ് സന്ദർഭത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഏറ്റവും ഊഷ്മളമായ പ്രാർത്ഥനാ നിർഭരമായ ഈദ് സന്തോഷങ്ങൾ, ഈദ് ആശംസകൾ നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസിനികൾ, ഒരിക്കൽ കൂടി എല്ലാ സഹോദരങ്ങളോടും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാം നിർവഹിച്ച നമ്മുടെ ഈദ് നമസ്കാരം സ്വീകരിക്കുമാറാകട്ടെ. റഹ്മുർ-റഹീമീനായ നാഥൻ കഴിഞ്ഞ ഒരു മാസക്കാലം നാം നിർവഹിച്ച നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ദുആകൾ, നമ്മുടെ ആരാധനകൾ എല്ലാം പടച്ച റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇരുലോകത്തും അർഹമായ പ്രതിഫലം ലഭിക്കുന്ന, ഇഹലോകത്തർഹമായ പ്രതിഫലനവും പരലോകത്തർഹമായ പ്രതിഫലവും ലഭിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിലുടനീളം നാം നിർവഹിച്ച നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ സദഖകൾ, നമ്മുടെ സക്കാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളെയും വിട്ടുപുറത്ത് മാപ്പ് നൽകി അവന്റെ നല്ല അടിമ
അടിമകളായി ജീവിച്ച് നല്ല അടിമകളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ നാഥൻ നമ്മുടെ അമലുകളിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അമലുകളെ നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കാവുന്ന ലോകമാന്യത പോലെയുള്ള കിബർ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകളിൽ നിന്ന് മുക്തമായി പടച്ചറബ് സ്വീകരിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളോടൊപ്പം വിശുദ്ധ റമദാനിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. പലരും മരണപ്പെട്ടു പോയവരുണ്ട്, രോഗികളായ ആളുകളുണ്ട്, എത്തിപ്പെടാൻ കഴിയാത്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഈ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾക്ക് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്തിപ്പെടാൻ കഴിയാതെ പോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സന്തോഷവും ഈ കൂടിയിരുത്തത്തിന്റെ പ്രതിഫലവും അവർക്ക് കൂടി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും മക്കളും ഇണകളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും പേരക്കുട്ടികളും ഉൾപ്പെടെ മുഴുവൻ പേർക്കും പടച്ചറബ് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണോ നാം നമ്മുടെ അമലുകൾ പൂർത്തീകരിച്ച ആ ഹലാലായ ആഗ്രഹങ്ങളെ സഫലീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും കുടുംബാദികളിലും കൺകുളിർമയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ കാമിൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا دعاءنا وصلاتنا وقيامنا وركوعنا وسجودنا وصيامنا واعتكافنا وتراويحنا يا رب العالمين. اللهم نبذ قلوبنا بالقرآن يا رب العالمين. اللهم نبذ قلوبنا وحياتنا بقراءة القرآن يا رب العالمين. اللهم إنا نسألك خير الدنيا والآخرة يا رب العالمين. اللهم إنا نعوذ بك من الغم والهم والحزن والجبن والبخل. اللهم إنا نعوذ بك من غلبة الدين وشماتة الأعداء وقهر الرجال. اللهم إنا نعوذ بك من غلبة الدين وشماتة الأعداء وقهر الرجال. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في غزة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خيره سيدنا محمد وآله وصحبه وسلم. وآخر دعائي الحمد لله رب العالمين.